ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LED TV-യിൽ എങ്ങനെ യൂണിവേഴ്സൽ ബോർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണം കൊണ്ട് ഐസി കിട്ടാതെ ഒക്കെ മദർ ബോർഡ് മാറ്റേണ്ടി വന്നാൽ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ മദർ ബോർഡ് LED TV ഫിക്സ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതൊരു 24-ഇഞ്ച് LED TV ആണ്. ഇതിൻ്റെ ഐസി കംപ്ലൈൻ്റ് ആണ്. ഞാനതുകൊണ്ട് ഇതിനകത്തൊരു യൂണിവേഴ്സൽ ബോർഡ് വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ പാനൽ HV 236 WHV N40 എന്ന് പറഞ്ഞ പാനലാണിത്. ആദ്യം തന്നെ നിങ്ങളതിൻ്റെ ഡാറ്റ ഷീറ്റ് ഗൂഗിളിൽ എടുത്തിട്ട് ഇത് എത്ര വോൾട്ട് പാനലാണെന്ന് നമ്മൾ നോക്കണം. നമ്മൾ യൂണിവേഴ്സൽ ബോർഡ് മേടിക്കുമ്പോൾ അതിനകത്ത് രണ്ട് പാനൽ വോൾട്ടേജുകളുണ്ട്. ഒന്ന് 5 വോൾട്ടും ഒന്ന് 12 വോൾട്ട്. ആദ്യം തന്നെ നമ്മുടെ ഈ പാനൽ എത്ര വോൾട്ട് ആണെന്ന് നമ്മൾ അതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് മനസ്സിലാക്കണം. നമ്മൾ ഇൻ കേസ് നമ്മൾ 5 വോൾട്ടിൻ്റെ പാനലിൽ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാനൽ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അത് നോക്കേണ്ടത് ഈ പാനൽ എത്ര വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണെന്നാണ്. ഇതിപ്പോൾ ഞാൻ ഡാറ്റ ഷീറ്റ് നോക്കിയിട്ടുണ്ട്. ഇത് 12 വോൾട്ട് പാനലാണ്. അപ്പോൾ നമുക്ക് ബോർഡ് ഫിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഈ ബോർഡ് അഴിച്ച് മാറ്റുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ബോർഡ്. GPRD 8503 PB 819 എന്ന് പറഞ്ഞ ആ ബോർഡാണിത്. അപ്പോൾ ഇത് ഒരു 24-ഇഞ്ച് TV ആണ്. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 32 ഇഞ്ചിൻ്റെ ബോർഡാണ്. അതിനൊരു കാരണമുണ്ട്. ഇത് 32 ഇഞ്ചിൻ്റെ ബോർഡാണ്. ഞാനിത് യൂസ് ചെയ്യാൻ കാരണം, നമ്മൾ 24 വോൾട്ടിൻ്റെ കോംബോ ബോർഡ് മേടിച്ചാൽ അത് ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ AV പിന്നുകളും ഈ VG ഔട്ട്പുട്ടും എല്ലാം ഈ ഒരൊറ്റ സൈഡിലായിട്ടായിരിക്കും ഇത് വരുന്നത്. ഇത് നമ്മുടെ ഈ ബോർഡുമായിട്ട് സെറ്റ് ആവില്ല. അപ്പോൾ അതിനകത്ത് അത് ഫിക്സ് ചെയ്യാൻ പ്രശ്നമാണിത്. പിന്നെ ആ സൈഡിലെല്ലാം നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത് ഒരു വൃത്തികേടായ രീതിയിലായി പോകും. അതുകൊണ്ടാണ് ഞാനൊരു 32-ൻ്റെ ബോർഡ് ഈ 24-ഇഞ്ച് TV-യിൽ ഉപയോഗിക്കുന്ന കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ 32 ഇഞ്ച് ബോർഡ്. ഇത് വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. അതിനുള്ള സ്ലോട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ നമുക്കിത് സ്ക്രൂ ചെയ്യാനും ഫിക്സ് ചെയ്യാനും എല്ലാം ഈസി ആയിരിക്കും ഈ ഒരു 32-ൻ്റെ ബോർഡാകുമ്പോൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അവസാനം ലൈക്ക് ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കുക. ഇപ്പോൾ ബോർഡ് ഇതിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ LVDS കണക്ട് ചെയ്യുമ്പോൾ ഈ റെഡ് പോയിന്റ് ഈ ബോർഡിനകത്തൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ഷൻ കറക്റ്റ് ആയിരിക്കാൻ നോക്കണം, അല്ലെങ്കിൽ പാനൽ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് ആ പോയിന്റ് നോക്കിയിട്ട് നമ്മുടെ LVDS കേബിള് നമ്മൾ കണക്ട് ചെയ്യുന്നു. IR ലിമിറ്റ് സ്വിച്ചുകളിലേക്കുള്ള കണക്ഷനാണിത്. അത് നമ്മൾ കൊടുത്തു. ഇത് AC നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കുള്ളത് നമ്മുടെ ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷനാണ്. ഇപ്പം ഞാനിതിൽ ഡയറക്റ്റ് ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്നില്ല. കാര്യം ഇതിൻ്റെ ഡ്രൈവ് വോൾട്ടേജ് ചിലപ്പോൾ നല്ല കൂടുതലായിരിക്കും. ബാക്ക് ലൈറ്റ് LED കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത്
ഈ ബാക്ക് ലൈറ്റിനകത്ത് ബാക്ക് ലൈറ്റ് ടെസ്റ്റർ കൊടുത്ത് കത്തിച്ചിട്ട് മെനു എടുത്ത് നമ്മുടെ ബാക്ക് ലൈറ്റിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇച്ചിരി കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ബാക്ക് ലൈറ്റിന്റെ കണക്ഷൻ അതിൽ കൊടുക്കത്തുള്ളൂ. ഇത് 32-ന്റെ ബോർഡാണ്. ചിലപ്പം ഇൻ കേസിൽ ബാക്ക് ലൈറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം അത് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ലൈറ്റിന്റെ കണക്ഷൻ കൂടെ കൊടുക്കാം. അപ്പോൾ ആദ്യം ഇത് ബാക്ക് ലൈറ്റ് ടെസ്റ്റർ കത്തിക്കണം, നമ്മുടെ LED. ഇപ്പോൾ നമ്മുടെ ബാക്ക് ലൈറ്റിന് കണക്ഷൻ ഞാനിവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബോർഡൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബ്ലൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ TV തിരിച്ചു വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, TV ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇമേജ് തലതിരിഞ്ഞാണ് വരുന്നത്. നോ സിഗ്നലിൽ ഇത് തലതിരിഞ്ഞാണ് നമുക്കിപ്പോൾ വരുന്നത്. അതിനാദ്യം നമ്മുടെ സർവീസ് മോഡ് സർവീസ് മോഡിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് സർവീസ് മോഡ് ഓപ്പൺ ചെയ്യാം. ഇൻപുട്ട് 2580. അത് മിക്കവാറും എല്ലാ ബോർഡിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റെസൊല്യൂഷൻ കോഡ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആയി. ഇത് നമ്മുടെ സർവീസ് മോഡാണ്. ഇതിനകത്ത് നമ്മൾ താഴോട്ട് വന്നാൽ പാനൽ അഡ്ജസ്റ്റ് വന്ന് നമ്മൾ ഓക്കെ കൊടുത്തു. അപ്പം നമ്മുടെ അടുത്ത് ഇത് ഓക്കെ ആയി. ഇതിനകത്ത് താഴെ ഏറ്റവും താഴെ പാനൽ മിറർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ ഓഫാണ്. ഇത് നമ്മൾ ഓൺ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ ഇമേജ് ശരിയായിട്ട് വന്നിട്ടുണ്ട്. പാനൽ മിറർ ഓൺ ചെയ്തപ്പോൾ നമ്മുടെ പാനലിൽ കറക്റ്റായിട്ട് ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബാക്ക് ലൈറ്റ് നമ്മൾ കൊടുത്ത് വെച്ചേക്കാണ്. അതായത് ബാക്ക് ലൈറ്റ് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുത്ത് വെച്ചേക്കാണ്. ആ ബാക്ക് ലൈറ്റ് കൂടെ കുറച്ചിടണം, ഒരു 50% ആക്കിയിടണം. ബാക്ക് ലൈറ്റ് മാക്സിമം അത് നമ്മൾ ഇത്തിരി കുറച്ച് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഒരു മീഡിയം ലെവലിൽ കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് ലൈറ്റ് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ TV ഓഫ് ചെയ്തു. ഇപ്പം ബാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റൊന്ന് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ സെറ്റ് ഓക്കെ ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. സോഴ്സ് HDMI നോ സിഗ്നലാണ്. ഇനി നമുക്ക് ഒരു പടവും കൂടെ കൊടുത്തു നോക്കണം. ഓക്കെ, നമ്മുടെ പടം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു യൂണിവേഴ്സൽ ബോർഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ആദ്യം മെയിനായിട്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കേണ്ടത് പാനലിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് മാത്രം മദർ ബോർഡിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക. അതിൽ നിന്ന് 5 വോൾട്ട് 12 വോൾട്ട് ഇതുണ്ട്. അത് നമ്മൾ കൊടുക്കുന്നത് പാനലിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.